പൈസ കിട്ടിയോ അമ്മേ? പൈസ കേറട്ടെ. 1000 രൂപ കിട്ടാൻ വേണ്ടി എത്ര കേഞ്ചനോ നിനക്ക് അറിയാവോ? നിനക്ക് എന്താ പോലെ ഒരു വയ്യായ്മ പോലെ? അതിരിക്കട്ടെ, നിനക്ക് എന്തിനാ 1000 രൂപ? സ്കൂളിൽ ഇതിന് മാത്രം എന്ത് പരിപാടി അവിടെ? എന്റെ പൊന്നു മോനെ, എന്റെ ഇല്ല ഇനി എടുത്തു തരാൻ പൈസയൊന്നും. അല്ലേലും ഉള്ളതാ, ഓരോ കാര്യം പറയുമ്പോ 100 കൂട്ടം പരിപാടി. എടാ മോനെ, വാ എണ്ണിക്ക്, കഞ്ഞി കുടിച്ചിട്ട് വന്ന് കിടക്ക്. എനിക്കൊന്നും വേണ്ട മോനെ, ഇന്ന് നീ ചോദിച്ച പൈസ എണ്ണിക്ക്. വാ. നീ പൈസ കൊണ്ടുവന്നോടാ. നീ ഇന്നലെ കൊടുത്ത സാമ്പിളിൽ നിനക്ക് ഇറക്കാൻ വേണ്ടിയില്ലടാ. അത് നാക്കെ തൊട്ടേ തന്നെ പവർ കാണിക്കുന്ന സാധനമല്ലേ. അത് ഇന്നലത്തെ, ഇന്നത് 3000. വേണ്ട, ഞാൻ എവിടെ നിൽക്കേ? ഇല്ല, ഈ തെങ്ങാണം പുറത്തറിയില്ല. അറിയാലോ ഞങ്ങളെ. Good morning. Okay, sit down. അതെ കുഞ്ഞുങ്ങളെ, കിരൺ ഇന്നും വന്നിട്ടില്ലേ? അവൻ ഇന്നലെ ആബ്സെന്റ് ആയിരുന്നല്ലോ. നിനക്ക് എന്തെങ്കിലും അറിയാമോ അവനെ കുറിച്ച്? പനിയോ എന്തെങ്കിലും ആണോ? ടീച്ചറെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേ. ഞാൻ ഇന്നവനെ രാവിലെ കണ്ടായിരുന്നു. അവിടെ വളവിന് ഒരു ഒഴിഞ്ഞ കടയില്ലേ, അവന്റെ അവിടെ ചുപ്പുണ്ടായിരുന്നു. അവിടെ എന്തിനു പോവാനാ? ടീച്ചറെ, ഞാനും അവനെ കണ്ടായിരുന്നു. അവിടെ കുറെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. ടീച്ചറെ, ഇത് ഞങ്ങൾ പറയാനിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് അവന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്തായാലും പറഞ്ഞത് നന്നായി. നമ്മുടെ കിരണല്ലേ, നമുക്ക് നോക്കാം. ക്ഷമിക്കണ്ട. ടീച്ചർ എന്തായാലും പ്രിൻസിപ്പാളിനോടൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ? ഹലോ, തൂഫാൻ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ്. യെസ്, എന്ത് സേവനമാണ് മാഡം ചെയ്യേണ്ടത്? ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ. I need you to lose your I need you to lose your ഇരണിരിക്കുന്ന സ്ഥലം ഞങ്ങൾ കണ്ടെത്തി. പക്ഷെ അവനാകെ പേടിച്ചരണ്ട ഒരവസ്ഥയിലാണ്. അവന്റെ കൂടെ ഉണ്ടായിരുന്നവര് അവരെയൊക്കെ ഞങ്ങൾ പിടിച്ചു. അവരെല്ലാം പക്ക ക്രിമിനലുകളാണ്. കുഞ്ഞ് എവിടെയാണ് സാർ? അവനവിടെ ഒരു കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ്, ചെറിയ കുട്ടിക്കാട്ടിൽ. ടീച്ചറിന്റെ സഹായം എനിക്ക് വേണം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അവനെ പിടിക്കുന്നതിനേക്കാൾ, വിളിച്ചോണ്ട് വരുന്നതിനേക്കാൾ ടീച്ചറിന് പേഴ്സണലി അവനെ അറിയാം. ആ രീതിയിൽ ടീച്ചർ ഒന്ന് വന്നാൽ വലിയ ഉപകാരമായിരുന്നു. കാരണം നമുക്ക് അവനെ എങ്ങനെയെങ്കിലും ആ പയ്യനെ രക്ഷപ്പെടുത്തി എടുക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. പിന്നെന്താ നമുക്ക് നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ടീച്ചറല്ലേ? ആ മോനെ, കുട്ടികളത് തിരുത്താനില്ല. ജീവിതം നഷ്ടമായാലോ നമുക്ക് തിരിച്ചു പിടിക്കാൻ വളരെ പ്രയാസമായിരിക്കും, അല്ലേ?
കിരണിന്റെ അമ്മ വന്നിട്ടുണ്ടല്ലോ. ഇത്ര വളർത്തിയെടുത്തില്ലെങ്കിൽ അതുകൊണ്ട് ഇനി എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുന്നില്ല. ഇതൊന്നും പറയുന്നതിനോട് എനിക്ക് അമ്മയില്ലാതെ വേറെ ആരും അവനോട് ക്ഷമിക്കും. അവൻ ഇനി അതൊന്നും ആവർത്തിക്കത്തില്ല. നമുക്ക് നമ്മുടെ കിരണിനെ തിരിച്ചു കിട്ടില്ല. ക്ഷമിക്കും. ലഹരിക്കെതിരെ പോരാടും. ലഹരി വിൽപ്പന നിർത്തിയേ തീരൂ. കണ്ടില്ലേ, ഇവരാണ് ഞങ്ങളുടെ ശക്തി. ലഹരിയെ വേരോടെ പിഴുതെറിയാൻ കഴിവുള്ള യുവത്വത്തിന്റെ തൂഫാൻ. സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ ഒരു കുടുംബവും, കരുതലുള്ള അധ്യാപകരും, ജാഗ്രതയുള്ള സമൂഹവും, കർമ്മനിരതരായ നിയമപാലകരും, പിന്നെ ആത്മമിത്രങ്ങളും ഉണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിയും ലഹരിക്ക് അടിമയാകുകയും